തളപതി വിജയുടെ ഗോട്ട് റിലീസായിരിക്കുകയാണ്. ആദ്യം റിലീസ് ചെയ്തത് കർണാടക, പിന്നെ ആന്ധ്ര, കേരള ഒക്കെയാണ്. പിന്നെയാണ് തമിഴ്നാട്ടിൽ റിലീസാക്കിയിട്ടുള്ളൂ. എന്താണേലും ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു അഭിപ്രായമുള്ളൂ. അതായത് വെങ്കട്ട് പ്രഭു ഹീറോ എന്നാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഇതൊക്കെ പറയും. അതൊക്കെ വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവർക്ക് നമ്മുടെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ. നമ്മുടെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചും എപ്പോഴും എങ്ങനെയെങ്കിലുമൊക്കെ കുറ്റം പറയുക എന്നുള്ളതാണ്. ഇതുപോലത്തെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ അതൊരു സംഭവമാണ്. ഈ പടം ആർക്കാണ് ഈ പടം വിജയ് ഫാൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ധോനി ഫാൻസ് ഉണ്ടെങ്കിൽ ധോനി ഫാൻസിനാണ്. പിന്നെ അജിത് ഫാൻസ് ഉണ്ടെങ്കിൽ അജിത് ഫാൻസിനാണ്. പിന്നെ ശിവകാർത്തികേയൻ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്കാണ്. തൃഷ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്കാണ്. അപ്പോൾ ഇത്രയും ഫാൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ പടം ഒരു 600-700 കോടി എത്തും. ഇതിനകത്ത് കുറ്റം പറയാനാണെങ്കിൽ ചുമ്മാ ഇരുന്നിട്ട് കുറ്റം പറയാം. VFX കൊള്ളൂല്ല, ഇത് കൊള്ളൂല്ല, അത് കൊള്ളൂല്ല എന്നാൽ ഇയാളൊന്ന് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മിണ്ടാട്ടമില്ല. ഇതിനകത്ത് ഒരുപാട് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഥയൊക്കെ ഇതിനകത്ത് വലിയ ലോജിക്കും കാര്യങ്ങളും നിങ്ങൾ പോയിട്ട് അവിടെ പോയി മറ്റേ സത്യജിത് റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് വന്ന പോലെ നിങ്ങൾ വലിയ മറ്റേ ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഞാൻ മറ്റേ സിനിമയെ കീറി മുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂ പറയും എന്നൊക്കെ പറയുന്ന ഊളന്മാർക്ക് ഉള്ളതല്ല ഈ സിനിമ ഒരു എൻ്റർടൈനറാണ്. എൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് വിജയ് ഫാൻസിനും പിന്നെ ഫാമിലീസിനുള്ളതാണ്. ഫാമിലീസ് എന്തുവാണേലും പോയി ഈ സിനിമ കാണും. ഫാമിലീസും ഫാൻസും കണ്ടാൽ മതി. ഇതൊരു ബിസിനസ് ടാക്ടിക്കാണ് വെങ്കട്ട് പ്രഭു. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ ഒരു ഹീറോ എന്ന് പറഞ്ഞത്. പുള്ളിയുടെ ഒരു ബിസിനസ് ടാക്ടിക്കാണ്. പുള്ളി ഇതിനകത്ത് ഈ ഫാൻസും ഫാമിലീസും വന്നു കഴിഞ്ഞാൽ തന്നെ പടം ഒരു 600-700 കോടിയിലെത്തി. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ഇത് കൊള്ളൂല്ല, വിജയുടെ മോന്ത ഇങ്ങനെ ഒട്ടിയിരിക്കുന്നു. ഈ പടത്തിൽ എനിക്ക് കണ്ട ഒറ്റ ഒരു കുറ്റം മാത്രമേ ഞാൻ പറയുള്ളൂ. വില്ലനായിട്ട് വന്ന മോഹൻ എന്ന് പറയുന്ന തമിഴ് നടൻ മൈക്ക് മോഹൻ എന്ന് കുറേ ആൾക്കാർ വിളിക്കും. പുള്ളി എപ്പോഴും മൈക്കും പിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ മോഹൻ എന്ന് പറയുന്ന വില്ലൻ പോരാ എന്നുള്ള ഒറ്റ ഒരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ ഇതിനകത്ത് നെഗറ്റീവായിട്ട്. ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാവുന്ന വിജയ്. ഇപ്പോൾ നമ്മൾ പോയിട്ട് ഈ മലയാളി ഫ്രം ഇന്ത്യയോ മലയാളി ഫ്രം USA എന്തോ അതുപോലത്തെ പടങ്ങളൊക്കെ അല്ലേ ഈ ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ പടങ്ങൾ കുറേ വരുന്നുണ്ടല്ലോ ഈ ഇടയ്ക്ക്. ഗംഗ യമുന പടങ്ങളുടെ പേര് പോലും ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി പടങ്ങളൊക്കെ നമ്മൾ പോയിട്ട് ഇതേ കാശിനാണ് കാണുന്നത്. ഇതിപ്പോൾ വിജയുടെ പടമായതുകൊണ്ട് നമ്മൾ പോയിട്ട് 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ടിക്കറ്റ് എടുത്തു ഞാൻ അഭിപ്രായം പറയും എന്ന് പറയുന്ന ആൾക്കാർ വേണ്ടി പറയാണ്. ഈ ഊളപ്പടം വൃത്തികെട്ട പടം പോയിട്ട് നമ്മൾ ഇതേ 200 രൂപ 250 രൂപ 500 രൂപ ടിക്കറ്റിനാണ് പോയി കാണുന്നത്. അപ്പോൾ പിന്നെ ഈ പടം കണ്ടാൽ എന്താ കഴിക്കുമോ? ഇത് അടിപൊളി ഒരു പടമാണ്, ഒരു എൻ്റർടൈനറാണ് എന്നേ പറയാനുള്ളൂ. പാട്ടിനെ കുറിച്ചൊക്കെ കുറേ വിമർശനങ്ങളുണ്ടായിരുന്നു. തമിഴ്നാട്ടിലും ഈ കേരളത്തിലുണ്ടായിരുന്നു. ഈ പാട്ടെന്താ ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ സ്ക്രീനിൽ കാണുമ്പോൾ ഇതൊക്കെ വിസിൽ പോഡ് ഇതൊക്കെ വേറെ ലെവലാണ്. ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോൾ അത് ആ ഫാൻസിലുള്ളതാണ്. അല്ലാതെ അവിടെ പോയിട്ട് നീ മിണ്ടരുത്, നീ എന്തിനാ ചലിക്കുന്നത്, നീ എന്തിനാ അലമ്പാക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവർക്ക് വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ആ ഫസ്റ്റ് ഷോ ലേറ്റാക്കി വെച്ചത്. ഈ അതിരാവിലെ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരാകെ അലമ്പാക്കി കളയും. എന്തുവാണേലും ഒരു സൂപ്പർ ഒരു എൻ്റർടൈനർ എന്നേ പറയാനുള്ളൂ. ധോനി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇനി ഇപ്പോൾ സീക്രറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസ് തന്നെ വെച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനിങ്ങനെ കണ്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലവും സാഹചര്യവും ഒന്നും കിട്ടിയില്ല. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അടച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഇത് എടുക്കുന്നത്. അവിടെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഓഡിയോ വിഷ്വൽ തന്നെ മതി എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സെൻറ്റിമെൻ്റലായിട്ടുള്ള ആ പാട്ട്, ആ തന്തയും മോനും കൂടെ ഉള്ള സെൻറ്റിമെൻ്റൽ സീൻ കുറേ ആൾക്കാർ കണ്ണൊക്കെ തിരുമുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടത്. ആ പിള്ളേർക്കത് ഇഷ്ടപ്പെടുമെന്നേ. ആ പിള്ളേരെന്ന് പറയുമ്പോൾ ഈ വിജയുടെ ഫാൻസിന് ഇത് കാണുമ്പോൾ ഗൂസ് ബംസാണ്. അല്ലാതെ 40-45 വയസ്സായിട്ട് മറ്റേ ഞാൻ ഭയങ്കര ഫിലിം ക്രിറ്റിക്കാണ്, ഞാൻ ആനയാണ് ചേനയാണ്, ഞാൻ ഇങ്ങനെ പറയും, ഞാൻ അങ്ങനെ പറയും എന്ന് പറയുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലിപ്പോൾ യൂട്യൂബിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ഇവരൊക്കെ വന്നിട്ട് പറയുന്നത് കേട്ടിട്ട് ഈ സിനിമ കാണാതിരിക്കരുത്. ഈ പടം നല്ലൊരു എൻ്റർടൈനറാണ്, നല്ലൊരു പോസിറ്റീവ് വൈബാണ് പടം. അല്ലാതെ ചുമ്മാതെ ഇവരാണ് പടത്തിന് അവാർഡ് കൊടുക്കാൻ പോകുന്ന ആൾക്കാരെ പോലെയാണ് ഇരുന്നിട്ട് വിമർശനം പറയുന്നത്. ലിയോ പടം കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഈ മറ്റേ അന്ധവിശ്വാസം കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും അതും ഒരു എൻ്റർടൈനറായിരുന്നു. അതിനകത്ത് VFX 1-2 സ്ഥലത്ത് പോയെങ്കിലും ആ ഓൾഡ് ഏജ് ആയിട്ടുള്ള വിജയം കാണിച്ചിരിക്കുന്നതൊക്കെ അടിപൊളിയാണ്. ഇതിനകത്തും അതുപോലെ തന്നെ. ഇതിനകത്തും ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ആ ആക്ടർ മോഹനെക്കാട്ടിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പടം
ഭയങ്കരമായിരുന്നു. ഈ പടം ഫുൾ എൻ്റർടൈനറായിരുന്നു. അത് ആ ഒരു വില്ലനെ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വന്ന ഒരു ഇത് കിട്ടുന്നില്ല, ഒരു പേടി തോന്നുന്നില്ല. ഇപ്പോൾ മാസ്റ്ററിനകത്തൊക്കെ വിജയ് സേതുപതിയൊക്കെ വന്ന പോലെ ഒരു വൈബുണ്ടല്ലോ. വില്ലൻ എന്ന് പറയുമ്പോൾ ഒരു പവർ, വില്ലൻ പവർഫുൾ ആയാലേ ഹീറോയ്ക്ക് കൂടുതൽ പവർ കിട്ടുള്ളൂ. എന്താണേലും ഈ പടം എൻ്റെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് വിജയ് ഫാൻസിനും പിന്നെ ഫാമിലിയായിട്ട് പോയി കാണുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു പടമാണ്. വലിയ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് മോശപ്പെട്ട സീൻസൊക്കെ ഉണ്ട്, അതൊന്നും അത്രയ്ക്കും മോശമെന്നൊന്നും പറയാനും പറ്റില്ല. പിന്നെ കുറച്ച് കള്ളുകൂടി, കുറച്ച് ലാഗ്. ഈ ലാഗൊക്കെ ഇപ്പോൾ ഒരു 3 മണിക്കൂറത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ലാഗ് അടിക്കും. അത് ഒരു ചില സ്ഥലങ്ങളിൽ തായ്ലാൻഡിൽ പോകുന്നതും പിന്നെ റഷ്യ പോകുന്ന വലിയ ലാഗില്ല. എന്നാലും ആ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ്. അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഉള്ള പ്രശ്നമല്ല. ഇതൊക്കെ നമ്മൾ പറയാനാണെങ്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പോൾ ശിവകാർത്തികേയൻ എന്താ താടി വളർത്തി കൊണ്ട് വന്നത്, ധോണി എന്താ ഇങ്ങനെ വന്നത്, അതായതാന്നൊക്കെ. പക്ഷെ അതൊന്നും കാര്യമല്ല. ഇത് വിജയ് ഫാൻസ് ആൻഡ് ഫാമിലീസ് ഇവർ മാത്രം കണ്ടാൽ മതി. ഈ കമൻട്രി പറയാൻ നടക്കുന്ന ആൾക്കാർ പോയി കണ്ടിട്ട് കമൻട്രി പറഞ്ഞോ, പക്ഷേ അത് കേട്ടിട്ട് ആരും പോകാതിരിക്കരുത്. ഇതൊരു വേറെ ലെവൽ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. ഒരു ഫെസ്റ്റിവൽ മൂഡാണ് മക്കളെ. ചുമ്മാതെ ഇനി ഇയാളുടെ ഒരു സിനിമയും കൂടെ ഉള്ളൂ, ഇനി ഒരു പടം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പടം പൊളിയാണ്, അടിപൊളി ഒരു പടമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞിട്ട് പുള്ളി മനസ്സ് മാറ്റുമോ എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ആൾക്കാരുടെ പ്രതികരണം, ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും. അത് കഴിഞ്ഞ് പുള്ളി സിനിമയിലേക്ക് വരുമോ എന്നുള്ളത് നോക്കാം. ഈ പടം ദ ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഒരു ഗ്രേറ്റ് എൻ്റർടൈനർ തന്നെയാണ്. പടം തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് ഒരു ഫുൾ മണി വർത്താണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ 10,000 രൂപ കൊടുത്തൊന്നല്ലോ ഈ സിനിമ കാണാൻ പോകുന്നത് അല്ലേ. സാധാരണ അതേ കാശല്ലേ. ആ പൊളിഞ്ഞു പോയ ആ പൊട്ടപ്പടങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഈ പടം കണ്ടാൽ ഒരു കുഴപ്പമില്ല. ഇത് അടിപൊളി ഒരു പടമാണ്. ഭയങ്കര സ്പൂഫും ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെയാണ്. വേറെ ലെവലിലാണ്. വെങ്കട് പ്രഭു തന്നെയാണ് ഇതിൻ്റെ ഹീറോ. പുള്ളിയുടെ മാർക്കറ്റിംഗ്, പുള്ളിയുടെ ആ ഒരു സ്ട്രാറ്റജി, ഫാമിലീസ്, പിന്നെ വിജയുടെ ഫാൻസ്, ഇത് മതി ഒരു സിനിമ വിജയിക്കാൻ.